എൻ്റെ അനുഭവത്താൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ പറയാം. കുറ്റം പറയുകയാണെന്നല്ല വിചാരിക്കേണ്ടത്. ഓരോ കാപട്യവും തിരിച്ചറിയണം. ചെന്നായ്ക്കളെയും കുഞ്ഞാടുകളെയും വേർതിരിച്ചറിയണം. കുഞ്ഞാട് വേഷം കെട്ടി വരുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയണം. വളരെ സൽപ്പേരുള്ള അത്ഭുതം ചെയ്യുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ട്. അവരൊന്നും അനുഗമിക്കരുത്, കുടുക്കിലാകരുത് എന്നതുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അത് കുറ്റം പറച്ചിലിന്റെ ഭാഗമായിട്ടല്ല കൂട്ടേണ്ടത്. അജഗണങ്ങളെ പ്രതി, വിശ്വാസികളെ പ്രതി തീഷ്ണതയുള്ളവർ അങ്ങനെ ചെയ്തിരിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ 2000 ആണ്ടിൽ കണ്ണൂർ തയ്യിൽ പള്ളിയിൽ വെച്ച് മുല്ലക്കര സാറിൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ പോയതാണ്. അദ്ദേഹം പലതരത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങളൊക്കെ ആരംഭിക്കുന്ന ആ നാളുകളായിരുന്നു. അദ്ദേഹത്തിനെതിരെ പരാതിയൊക്കെ കൊടുത്തതും അദ്ദേഹത്തിന് ധ്യാനം വിലക്കപ്പെട്ടതും നിൽക്കുകളില്ലാതെ സഭയിൽ നിന്ന് പുറത്തുപോയി വരെ സഭ ഉണ്ടാക്കിയതൊക്കെ അറിയാവുന്നതാണ്. എന്തുമാകട്ടെ, കണ്ണൂർ തയ്യിൽ പള്ളിയിൽ പോയി. അപ്പോൾ ഞാൻ കണ്ടത് മദ്ബഹയിലെ പരസ്യമായി മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് ജപമാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുല്ലക്കർ സാറിനെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം കൊന്ത ചെല്ലാറില്ലെന്നും മാതാവിനെതിരെ സ്ഥിരം പറയുന്നുവെന്നും അവരൊക്കെ പറയപ്പെട്ട നാളുകളിലാണ് ഞാൻ കണ്ടത്. അതൊക്കെ നുണയാണല്ലോ എന്ന് ഞാൻ ഓർത്തു. അദ്ദേഹം നല്ല കൊന്തഭക്തനാണല്ലോ, മാതൃഭക്തനാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്നാൽ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചില സംശയങ്ങൾ ചോദിക്കാൻ എന്നതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു. സംസാരമധ്യേ അദ്ദേഹം പറഞ്ഞു, ജപമാല ചെല്ലുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനികൾ കത്തോലിക്കർ മുടിഞ്ഞു പോകുന്നത്. നശിച്ച ജപമാല ചെല്ലുന്നതുകൊണ്ടാണ് മുടിഞ്ഞു പോകുന്നത്. അത് നിർത്തിയാൽ കത്തോലിക്കർ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആശ്ചര്യത്തോടെ, അപ്പോൾ സാറ് അതെന്താണ് അങ്ങനെ? ഇപ്പോൾ സാറ് കൊന്തയിൽ ഞാൻ കേട്ടല്ലോ, അപ്പോൾ എന്താ അങ്ങനെ പറയുന്നത് ഇനി ചോദിച്ചു. സാറ് പറഞ്ഞു, ഇവിടെ ജപമാല കൂടുതൽ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇരുന്നാലേ നമുക്ക് ആള് വരുള്ളൂ. ഇപ്പം പെട്ടെന്ന് പുറത്തു പോയാൽ നമുക്ക് ഒത്തിരി ആൾക്കൂട്ടം കിട്ടിയല്ല. അതുകൊണ്ട് നമുക്ക് പുറത്തു പോകേണ്ട കുറച്ച് നാൾ കഴിഞ്ഞ് പുറത്തു പോകേണ്ടതുള്ളത് കൊണ്ട് അത്രയും ഒരു സംഘമാകുന്നത് വരെ, നല്ലൊരു സഭയുണ്ടാക്കാനുള്ള ഒരു സംഘമാകുന്നത് വരെ നമുക്ക് ഇതിനകത്ത് നിൽക്കണം. കൊന്ത ചെല്ലുന്നുണ്ടെങ്കിലും നിൽക്കാൻ പറ്റുള്ളൂ. ഇവരെല്ലാം കൊന്ത ചെല്ലിയാലേ കാര്യം സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ വിശ്വാസികൾ. ഇവർ പിന്നെ വരണമെങ്കിലും കൊന്ത ചെല്ലണം, അച്ഛന്മാരെ അവസരം തരണമെങ്കിലും കൊന്ത ചെല്ലണം. അതുകൊണ്ട് കൊന്ത ചെല്ലി നമുക്ക് കുറച്ച് നാൾ കൂടി പിടിച്ചു നിന്നേ പറ്റുള്ളൂ. ഇതിനകത്ത് രക്ഷ പ്രാപിക്കാൻ തയ്യാറുള്ള, പുറംചാടാൻ തയ്യാറുള്ള ഒരു സംഘമാകുന്നത് വരെ ഈ ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. അത് നമ്മുടെ സ്ഥിതി എന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, ജപമാല ചെല്ലുന്നത് തെറ്റാണ്, അത് ആവശ്യമില്ല എന്ന് ബോധ്യമുള്ളവർ ചെല്ലണ്ട. അവരുടെ മനസ്സാക്ഷി അവരുടെ ബോധ്യം അങ്ങനെയല്ലേ. പക്ഷെ അതിലുപരി അത് തെറ്റാണെന്ന് ബോധ്യമുള്ളപ്പോഴും പരസ്യമായി മൈക്കിലൂടെ ജപമാലയ്ക്ക് പള്ളിയിൽ മുട്ടുകുത്തി കൈപിരിച്ച് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എത്രയോ വലിയ കാപട്യമാണ് ചെയ്യുന്നത്. നിസ്സാര കാര്യമാണോ അത്? ഇതുപോലെ എന്തെല്ലാം കാപട്യം അയാൾ കാണിക്കുന്നുണ്ടാകും. നിസ്സാര കാര്യമാണോ അത്? വിശ്വാസപരമായി പലതരത്തിലുള്ള നിലപാടുകളുള്ളവരുണ്ട്. പല സഭാവിഭാഗങ്ങൾ പല നിലപാടുകളുടെ പേരിലാണ് അവനവൻ ആ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ആണ് അവരിങ്ങനെ വ്യത്യസ്ത സഭാവിഭാഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കുന്ന കാപട്യം വെച്ച് പുലർത്തുന്ന നേതാക്കന്മാരെയും അങ്ങനെയുള്ള പ്രസംഗകരെയും എത്ര അത്ഭുതം പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ വലിയ പുണ്യന്മാരായി പരിഗണിച്ചു കൊണ്ട് നടക്കുന്ന ബഹുമാനിക്കുന്ന പലരും കാപട്യക്കാരാണെന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ ഞാൻ നിരത്താം. അതൊന്നും പരദൂഷണമായിട്ടല്ല കാണേണ്ടത്. അജഗണങ്ങളെ സംരക്ഷിക്കാൻ, വിശ്വാസികൾ കബളിപ്പിക്കപ്പെടുന്നത്, വഞ്ചിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ദൈവിക ശുശ്രൂഷയായിട്ടാണ് കാണേണ്ടത്, കുറ്റം പറച്ചിലായിട്ടല്ല കാണേണ്ടത്.